കഴിഞ്ഞ മഹാഭാരതത്തിൻ്റെ കഥയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പരീക്ഷത് മഹാരാജാവിനെ പറ്റി ഉഗ്രശ്രവസിനോട് ചോദിക്കുന്നിടത്താണ്. അങ്ങനെ ഉഗ്രശ്രവസ് പരീക്ഷത് മഹാരാജാവിൻ്റെ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. അഭിമന്യുവിന് ഉത്തരയിൽ ഉണ്ടായ മകനാണ് പരീക്ഷത് മഹാരാജാവ്. പാണ്ഡവരുടെ ഭരണമെല്ലാം കഴിഞ്ഞ് അവർ സന്യാസത്തിന് പോയതിന് ശേഷം പരീക്ഷത് മഹാരാജാവ് ഹസ്തിനപുരത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നു. വളരെ നല്ല രീതിയിൽ അദ്ദേഹം ജനങ്ങളെ നോക്കുകയും രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പരീക്ഷത് മഹാരാജാവ് കാട്ടിൽ നായാട്ടിന് വേണ്ടി പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ നായാട്ടിന് പോകുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വഴി ചെറുതായിട്ടൊന്ന് മാറിപ്പോകുന്നു. അദ്ദേഹത്തിന് കഠിനമായ ദാഹം ഉണ്ടാകുന്നു. അവിടെ ഒന്ന് നോക്കിയിട്ട് വെള്ളമൊട്ടും കാണാനില്ലയും താനും. അപ്പോൾ അങ്ങനെ നടന്ന് പോകുമ്പോൾ അടുത്തായിട്ടൊരു പർണശാല കണ്ടു. അപ്പോൾ രാജാവ് നേരെ ഈ പർണശാലയിലോട്ട് ഒരു ആശ്രമമാണ്, അങ്ങോട്ട് ചെന്നു. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു മഹർഷി ഇരുന്ന് തപസ്സിരിക്കുന്ന പോലെ ധ്യാനത്തിലിരിക്കുവാണ്. അപ്പോൾ മഹർഷിയിലെടുത്ത് രാജാവ് ചോദിച്ചു, മഹർഷി ഒന്ന് എണീക്കണം, എനിക്ക് അല്പം വെള്ളം തരാമോ എന്ന് ചോദിച്ചു. 3-4 തവണ ചോദിച്ചിട്ടും ഈ മഹർഷിക്ക് ഒരു അനുകൂലം. മഹർഷി കഠിനമായ ധ്യാനത്തിലിരിക്കുവാണ്. രാജാവ് എന്ത് ചെയ്തു? തൊട്ടടുത്ത് കിടന്ന ഒരു ചത്ത പാമ്പിൻ്റെ ഒരു കമ്പ് കൊണ്ട് എടുത്തതിന് ശേഷം മഹർഷിയുടെ കഴുത്തിലോട്ടിട്ടു. രാജാവ് അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ചെയ്തു പോയതാണ്. എന്നിട്ട് രാജാവ് തിരിച്ചു പോവുകയും ചെയ്തു. ഈ മഹർഷി ശമീകക മഹർഷികളായിരുന്നു. അദ്ദേഹം വളരെ കഠിനമായ തപോബലമുള്ള മഹർഷികളാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ പശുക്കുട്ടിയുടെ, അതായത് ചെറിയ കുഞ്ഞു പശുവിൻ്റെ പാല് കുടിച്ചതിന് ശേഷം അതിൻ്റെ വായിൽ നിന്നും പുറത്തേക്ക് പോകുന്ന പാല് മാത്രം കുടിച്ച്, എന്ന് വെച്ചാൽ ഒരു ജീവജാലത്തിനെ പോലും വേദനിപ്പിക്കാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ശമീക മഹർഷി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തിന് ഈ പാമ്പൊക്കെ ഇട്ടിട്ടാണ് പരീക്ഷത് മഹാരാജാവ് പോയത്. അപ്പോൾ അദ്ദേഹം വീണ്ടും ധ്യാനത്തിൽ തന്നെയായിരുന്നു. ഈ മഹർഷിക്ക് ഒരു മകനുണ്ട്. ഈ മകൻ്റെ പേരാണ് ശൃംഗി മഹർഷി. അദ്ദേഹം എവിടെയോ പോയിക്കായിരുന്നു, ദേവേന്ദ്രനെയോ മറ്റോ കാണാൻ പോയിക്കായിരുന്നു. തിരിച്ച് വരുന്ന വഴിക്ക് ശൃംഗി മഹർഷിയുടെ സുഹൃത്തായ കൃഷ്ണൻ എന്ന് പറയുന്ന വേറൊരു മുനികുമാരൻ ഇദ്ദേഹത്തിനോട് പറയുന്നു, ശൃംഗി, നിൻ്റെ അച്ഛൻ ധ്യാനത്തിലിരുന്നപ്പോൾ മഹാരാജാവ് വന്നിട്ട് ഇതുപോലെ പാമ്പിനിട്ടിരിക്ക് പോയിക്കുകയാണ്. അദ്ദേഹം നിൻ്റെ അച്ഛന് ഒരു ബഹുമാനം ഒരു റെസ്പെക്റ്റും കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. ശൃംഗിക്ക് ഇത് കേട്ട ഉടനെ ഭയങ്കരമായ ദേഷ്യം വന്നു. അപ്പോൾ ഈ ദേഷ്യം വന്നപ്പോൾ ശൃംഗി എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തൻ്റെ കമണ്ടലൂവിൽ നിന്നും വെള്ളമെടുത്ത് പരീക്ഷത് മഹാരാജാവിനെ ശപിക്കുന്നു. ഇന്നേക്ക് 7-ാം നാൾ തക്ഷകൻ എന്ന് പറയുന്ന നാഗത്തിൻ്റെ ദംശനമേറ്റ് പരീക്ഷത് മഹാരാജാവ് മരണപ്പെടും എന്ന് പറഞ്ഞ് ശപിക്കുന്നു. ശപിച്ചതിന് ശേഷം ശൃംഗി നേരെ ശമീക മഹർഷിയുടെ അച്ഛൻ്റെ അടുത്തെത്തുന്നു. അപ്പോൾ അച്ഛൻ ഇതിന് പറയുന്നു, അച്ഛാ, പരീക്ഷത് മഹാരാജാവ് വന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നു എന്നൊക്കെയാണ് പറയുന്നത്, ശരിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ ശമീക മഹർഷി പറഞ്ഞു, അത് ശരിയാണ്, അത് രാജാവിന് അപ്പോഴത്തെ ഉള്ള ഒരു ദേശത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. അപ്പം ശൃംഗി പറഞ്ഞു, ഞാൻ രാജാവിനെ ശപിച്ചു, അതാണെന്നുള്ള കാര്യമൊക്കെ പറയുന്നു. അപ്പോൾ ശമീക മഹർഷി പറയുന്നു, അയ്യോ, നീ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നമ്മൾ മഹർഷിമാരാണ്, നമുക്ക് നമ്മുടെ ആക്റ്റിൽ വളരെയധികം കൺട്രോൾ വേണ്ട ആൾക്കാരാണ്. നമ്മൾ രാജാക്കന്മാരെ പോലെ എടുത്തടിച്ച് ബിഹേവ് ചെയ്യാൻ പാടില്ല. എന്തായാലും നീ ചെയ്തത് വളരെ തെറ്റായിപ്പോയി എന്ന് പറയുന്നു. ശപിച്ചു പോയി, ശാപം തിരിച്ചെടുക്കാൻ എന്തായാലും സാധിക്കില്ല. ശമീക മഹർഷി നേരെ തന്നെ തൻ്റെ മറ്റൊരു ശിഷ്യനായ ഗൗരമുഖ്യനെ വിളിക്കുന്നു. ഗൗരമുഖ്യനെ വിളിച്ചിട്ട് ഗൗരമുഖ്യനായിട്ട് തുടങ്ങി, നീ എത്രയും പെട്ടെന്ന് പരീക്ഷത് മഹാരാജാവിൻ്റെ രാജസദസ്സിലെത്തണം. നീ രാജാവിന് ഈ കാര്യങ്ങളെല്ലാം ധരിപ്പിക്കണം. അതായത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ശൃംഗി ഇങ്ങനെ ശാപം തന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു ഗൗരമുഖ്യനെ രാജാവിൻ്റെ അടുത്തേക്ക് വിടുന്നു. ഗൗരമുഖ്യൻ രാജാവിൻ്റെ സദസ്സിലെത്തുന്നു. എത്തിയിട്ട് പരീക്ഷത് മഹാരാജാവിനെ കണ്ട് കാര്യങ്ങൾ പറയുന്നു. ഇങ്ങനെയാണ് ശമീക മഹർഷിയാണ് എന്നെ വിട്ടത്, ഇങ്ങനെ അറിയാതൊരു തെറ്റ് ശൃംഗി മുനികുമാരൻ ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ പരീക്ഷത് മഹാരാജാവ് പറയുന്നു, അല്ലയോ മുനികുമാര, ഇവിടം വരെ വന്ന് ഇത്രയും കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞതിന് വളരെയധികം നന്ദിയുണ്ട്. എനിക്ക് മരണത്തിന് ഭയമില്ല. എനിക്ക് 60 വയസ്സായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നല്ല രീതിയിലാണ് ഹസ്തിനപുരം രാജ്യം നോക്കി നടത്തുന്നത്. എന്നാലും ഈ വിവരങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞതിന് വളരെ നന്ദിയുണ്ട്. എനിക്ക് ശമീക മഹർഷിയോടുള്ള എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ്. ഞാൻ അദ്ദേഹത്തിനോടുള്ള മാപ്പ് അപേക്ഷിക്കുന്നു എന്നുകൂടെ പറയുക. അതുപോലെ തന്നെ അറിയാതെ പറ്റിപ്പോയൊരു തെറ്റിനെ എന്നെ ഇത്രയും ശപിച്ച ശൃംഗിക്ക് ഇനി തപോബലം ഉണ്ടാകുകയില്ല എന്നുകൂടി പറഞ്ഞിരിക്കുക എന്ന് പറയുന്നു. രാജാവ് തിരിച്ച് ശൃംഗിക്ക് ഒരു പണി കൊടുത്താണ്. ഗൗരവമുഖ്യൻ തിരിച്ചു പോകുന്നു. രാജാവ് ഉടനെ തന്നെ തൻ്റെ രാജഗുരുക്കന്മാരെയും മറ്റ് ആൾക്കാരെയൊക്കെ വിളിച്ച് കാര്യം അവതരിപ്പിക്കുന്നു. അവരെല്ലാം ഭയങ്കര ഉത്കണ്ഠാകുലരാകുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്, പരീക്ഷത് മഹാരാജന് എന്ത് സംഭവിക്കും എന്നുള്ളൊരു തോട്ട് അവരുടെ ഉള്ളിൽ വരുന്നു. അവർ ഗംഗാനദിയുടെ നടുക്ക് ഒരു സ്തംഭം പെട്ടെന്ന് തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നു. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് രാജാവ് ഇരിക്കുന്നു. അപ്പോൾ ആർക്കും ഒറ്റ എൻട്രി പോയിൻ്റേ ഉള്ളൂ അതിൻ്റെ അകത്തോട്ട്, പുറത്തുനിന്ന് ആർക്കും വരാൻ സാധിക്കില്ല. അപ്പോൾ
മറ്റ് പ്രധാനപ്പെട്ട സന്യാസിമാരും മഹർഷിമാരും ഒക്കെ അവിടെ വരുന്നു. വിശ്വാമിത്രൻ വരുന്നു, അഗസ്ത്യ മഹർഷി വരുന്നു, അങ്ങനെ പ്രധാനപ്പെട്ട മഹർഷി വര്യന്മാരൊക്കെ വരുന്നു. അവരെല്ലാം രാജാവിന് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കുന്നു, രാജാവും ദാനങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ നല്ല രീതിയിൽ പോവുകയാണ് കാര്യങ്ങളൊക്കെ. മന്ത്രോച്ചാരണങ്ങളാണ്, സർപ്പങ്ങൾ വരാതിരിക്കാനുള്ള തകിടുകൾ എല്ലാ സൈഡിലും ഒക്കെ പിന്നെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു സൈഡിൽ തക്ഷകൻ ഇങ്ങനൊരു അവസരം കാത്തിരിക്കുകയായിരുന്നു. കാര്യം അർജുനനും കൃഷ്ണനും ചേർന്നാണ് ഖാണ്ഡവ വനം ദഹിപ്പിക്കുന്നത്. അന്ന് ആ വനത്തിൽ നിന്നും പേടിച്ച് ഓടിപ്പോയ നാഗങ്ങളിൽ ഒരാളാണ് തക്ഷകൻ. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സഹോദരങ്ങളുമായ ഒരുപാട് പേർ അന്ന് ഖാണ്ഡവ വനം ദഹിപ്പിക്കുമ്പോൾ അതിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിവഞ്ചും ഈ തക്ഷകൻ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ തക്ഷകൻ എല്ലാം റെഡിയാക്കി ഈ രാജാവിൻ്റെ അടുത്തേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോഴാണ് കശ്യപ മഹർഷി ആ വഴി വരുന്നത്. കശ്യപ മഹർഷി ആരാണ്? നമ്മളിതിനു മുമ്പുള്ള കഥയിൽ പറഞ്ഞിട്ടുണ്ട്. കശ്യപ മഹർഷിക്കുള്ള 2 ഭാര്യമാരാണ് കദ്രുവും വിനീതയും. വിനീതയുടെ മകനാണ് ഗരുഡൻ, കദ്രുവിൻ്റെ മക്കളാണ് നാഗങ്ങൾ. അപ്പോൾ തക്ഷകൻ്റെ അച്ഛനാണ് കശ്യപ മഹർഷി. അപ്പോൾ കശ്യപ മഹർഷി വരുന്നു. അപ്പോൾ കശ്യപ മഹർഷി കണ്ടുകൊണ്ട് തക്ഷകൻ ചോദിക്കുന്നു, എങ്ങോട്ടാണ് അച്ഛൻ പോകുന്നത്? അപ്പോൾ പറയുന്നു, അത് നിൻ്റെ ദംശനമേറ്റ് പരീക്ഷിത് മഹാരാജാവ് ഇങ്ങനൊരു ശാപം, മരണപ്പെടുമെന്നൊരു ശാപം കിട്ടിയിരിക്കുകയാണ്. ഞാനവിടെ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാ വിഷയവും ഇളക്കി മാറ്റാനായിട്ട് ഇറക്കാൻ സാധിക്കും എന്ന് പറയുന്നു. അപ്പോൾ തക്ഷകൻ പറയുന്നു, അങ്ങനെ ഒന്നും സാധിക്കില്ല, അച്ഛൻ വിചാരിക്കുന്നതിനേക്കാളും പവർഫുള്ളായ ആളാണ് ഞാനെന്ന് പറയുന്നു. അപ്പോൾ കശ്യപൻ പറഞ്ഞു, എനിക്ക് ഹലാഹലം എന്ന് പറഞ്ഞ വിഷയത്തെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാലാഴിമദനത്തിൽ പരമശിവൻ കുടിക്കുന്നതാണ് ഹലാഹലം, നമ്മുടെ കാളകൂട വിഷം, അതുപോലെ മറക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തക്ഷകൻ എന്ത് ചെയ്യുന്നു, തൊട്ടടുത്തുനിന്ന് വലിയൊരു ആൽമരം, ഈ ആൽമരത്തിൽ ആഞ്ഞൊന്ന് കടിക്കുന്നതും ഈ ആൽമരം ആകെ പട്ട് അതിൻ്റെ എല്ലാ വൃക്ഷ ലതാദികളും എല്ലാം പോകുന്ന രീതിയിൽ അങ്ങ് ഇല്ലാതായി പോകുന്നു. ഉടനെ തന്നെ കശ്യപ മഹർഷി കമണ്ടലിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് മന്ത്രങ്ങളൊക്കെ ജപിച്ചതിന് ശേഷം ഈ മരത്തിൻ്റെ ലോട്ടെറിയുന്നു. മരം വീണ്ടും പൂത്ത് തളർത്തു വരുന്നു. അപ്പോൾ കശ്യപ മഹർഷി തക്ഷകന് കാണിച്ചു കൊടുത്തു തൻ്റെ തപോബലം തക്ഷകൻ്റെ വിഷത്തിനേക്കാൾ എത്രയോ മടങ്ങ് പവർഫുള്ളാണ് എന്നുള്ളത്. അപ്പോൾ തക്ഷകൻ പറയുന്നു, എനിക്ക് മാപ്പ് തരണം, എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ് അങ്ങേ വെല്ലുവിളിച്ചതിന്. അങ്ങ് എന്തായാലും തക്ഷകൻ്റെ അടുത്ത് പോകരുത്, ഇത് ബ്രഹ്മവിധിയാണ്, ഇത് നടക്കേണ്ട ഒരു കാര്യമാണ്, ഇത് ഒരിക്കലും റിവേഴ്സ് ചെയ്യരുതെന്ന് പറയുന്നു. അപ്പോൾ കശ്യപന് അത് കേട്ടപ്പോൾ തക്ഷകൻ പറയുന്നതാണ് ശരിയെന്ന് തോന്നി. കശ്യപ മഹർഷി തിരിച്ചു പോകുന്നു. തക്ഷകൻ തൻ്റെ കുറച്ച് അനിയന്മാരെ, സഹോദരന്മാരുടെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് എല്ലാവരും മുനികുമാരന്മാരുടെ വേഷധാരികളായി മാറുന്നു. ഇതിൻ്റെ കുറച്ച് മാതളപ്പഴങ്ങളൊക്കെ ആയിട്ട് പരീക്ഷിത് മഹാരാജാവിനെ കാണാൻ പോകും. ഈ മാതളപ്പഴത്തിൻ്റെ അകത്ത് ഒരു ചെറിയ പുഴുവായിട്ട് തക്ഷകൻ ഇരിക്കുന്നു. കാരണം നാഗമായിട്ട് അതിനകത്തോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഇവർ പോകുന്ന അതേ സമയത്ത് തന്നെ തക്ഷകൻ്റെ ഈ പരീക്ഷിത് മഹാരാജാവിൻ്റെ സദസ്സിൽ ശുഗമഹർഷി എത്തുന്നു. ശുഗമഹർഷി എന്ന് പറഞ്ഞാൽ വ്യാസപുത്രനാണ്. കൃതാജി എന്ന് പറയുന്ന അപ്സരസുന്ദരിയിൽ വ്യാസമഹർഷിക്ക് ഉണ്ടായ മകനാണ് ശുഗമഹർഷി. ഭയങ്കര തപോബലമുള്ള ഒരുപാട് അറിവുള്ള മഹർഷിയാണ്. ഇദ്ദേഹം പരീക്ഷിത് മഹാരാജാവിനെ കാണുന്നു. അദ്ദേഹത്തിന് ശ്രീമഹാഭാഗവതം ഉപദേശിക്കുകയാണ്, വായിക്കുകയാണ് ശുഗമഹർഷി. ഇത് കേട്ട് പരീക്ഷിത് മഹാരാജാവും വിഷ്ണു ഭക്തിയിലും കൃഷ്ണനെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നു. അങ്ങനെ ഈ മുനികുമാരന്മാരായ തക്ഷകൻ്റെ അനുജന്മാരായിട്ടുള്ള മുനികുമാരന്മാർ വേഷം മാറി അവരും ഈ സദസ്സിലുണ്ട്. അവരും ഈ കൊണ്ടുവന്ന മാതള നാരങ്ങ അവിടെ വയ്ക്കുകയാണ്. ഈ രാജാവിന് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സൂര്യൻ ഏതാണ്ട് അസ്തമിക്കാറായി. കുറച്ചും കൂടെ നേരം മാത്രമേ ബാക്കിയുള്ളൂ. ശിവമഹർഷിയുടെ ഭാഗവത പാരായണം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ രാജാവ് എഴുന്നേറ്റിട്ട് രാജാവ് പറയുന്നു, അല്ലയോ മഹർഷി വര്യന്മാർ, ഇവിടെ വന്നതിനും എന്നെ ഇത്രയും നേരം ഈ മന്ത്രോച്ചാരങ്ങളൊക്കെ നടത്തി സംരക്ഷിച്ചതിനും വളരെയധികം നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല. ഈ മഹാഭാഗവതം കേൾക്കാനായി എനിക്കൊരു അവസരം ലഭിച്ചു. അതിന് ശുഗമഹർഷിയോട് നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ദാനങ്ങളൊക്കെ കൊടുക്കുന്നു. അപ്പോൾ സൂര്യൻ അപ്പോഴും അസ്തമിച്ചിട്ടില്ല. 7ാമത്തെ ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് വരെ എന്നുള്ളതാണ് ശാപം. അപ്പോൾ സൂര്യൻ അപ്പോഴും അസ്തമിക്കാതെ നിൽക്കുകയാണ്. അപ്പോൾ ഈ മഹാരാജാവ് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ മാതളം ശ്രദ്ധിക്കുന്നു. ഈ മാതളത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ഈ പുഴുവിനെയും ശ്രദ്ധിക്കുന്നു. ഈ പുഴു ആരാണ്? പുഴു വേഷം മാറി വന്ന തക്ഷകനാണ്. ഈ പുഴുവിനെ അദ്ദേഹം എടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൈ വെച്ചിട്ട് പറയുന്നു, ഇനി മഹർഷിയുടെ ശാപം നടന്നില്ല എന്ന് വേണ്ട, ഇവനെ ഞാൻ തക്ഷകനെന്ന് വിളിക്കുന്നു, ഇവൻ എന്നൊരു ചെറിയ കടി കടിച്ചോട്ടെ എന്ന് മഹാരാജാവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന നിമിഷം ഈ പുഴു വലിയൊരു നാഗമായി മാറുകയും പരീക്ഷിത് മഹാരാജാവിനെ കടിക്കുകയും ചെയ്യുന്നു. കടിയേറ്റ് പരീക്ഷിത് മഹാരാജാവ് മരണപ്പെടും. അങ്ങനെ ശൃംഗി മുനികുമാരൻ്റെ ശാപം യാഥാർത്ഥ്യമാകുന്നു.
ഇത് കഴിഞ്ഞ് ഞാൻ മഹാഭാരതത്തിലെ എല്ലാ കഥകളിലും ഒരു മോറലുണ്ട്. ആ മോറലാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ഓരോ കഥയും നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് കഴിഞ്ഞാണ് ജനമേയ എന്ന് പറയുന്ന പരീക്ഷിത് മഹാരാജാവിൻ്റെ പുത്രൻ ഹസ്തിനപുരത്തിൻ്റെ അധികാരം ഏറ്റെടുക്കുന്നതും പിന്നീട് ഉദ്ദംഗ മഹർഷിയുടെ ഉപദേശപ്രകാരം സർപ്പസത്രം നടത്തുന്നതും. അപ്പോൾ എന്താണ് സർപ്പസത്രം? അത് അടുത്ത ആഴ്ച വീണ്ടും മഹാഭാരതത്തിൻ്റെ കഥയുമായിട്ട് വരുമ്പോൾ സർപ്പസത്രത്തിനെക്കുറിച്ച് പിന്നീട് പറയും. ഈ കഥ ഈ പരീക്ഷിത് മഹാരാജാവിൻ്റെ കഥയിൽ 1-2 മോറൽസ് നമുക്ക് എപ്പോഴും ഉണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ്ലി ആക്ട് ചെയ്യാൻ പാടില്ല. നമ്മളൊരു കാര്യം, മഹർഷിയിലെടുത്ത് രാജാവ് പോയി വെള്ളം ചോദിക്കുന്നു, വെള്ളമില്ല. അപ്പം നമുക്ക് വേറൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും പെരുമാറാൻ പാടില്ല. വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വെള്ളം തരാൻ സാധിച്ചില്ല എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും. അല്ലാണ്ട് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ്ലി ആക്ട് ചെയ്ത് അവിടെയുള്ള എന്തെങ്കിലും ഒരു കുഴപ്പം കാണിച്ചാൽ നമ്മുടെ ഓരോ കർമ്മത്തിനും ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ പോലെ ആ കർമ്മത്തിൻ്റെ റിസൾട്ട് നമ്മുടെ കൂടെ വരും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പിന്നെ നമ്മളൊരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യത്തിനുള്ള വിൻഡോ ഇപ്പോൾ ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെയാണെന്നൊരു വിൻഡോ ഉണ്ടെങ്കിൽ ആ വിൻഡോ ഫുൾ 1 സെക്കൻഡ് പോലും വിടാതെ ആ കാര്യത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുക. അല്ലാണ്ട് ലാസ്റ്റ് മിനിറ്റ് ആയി എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ ലാപ്സ് കാണിക്കാൻ പാടില്ല. ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ ചില ക്രിക്കറ്റ് കളികളിലാണ്. എന്ന് വെച്ചാൽ നല്ലോണം ബാറ്റ് ചെയ്ത് സൂപ്പറായിട്ട് വരികയായിരിക്കും, ജയിക്കാനൊരു 35 റൺസ്. പണ്ടത്തെ ഒരു 90കളിലെ ഇന്ത്യൻ ടീമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, സച്ചിൻ ടെണ്ടുൽക്കർ ഒഴിച്ച് ആ ടീമിൽ കളിക്കുന്ന ഒരു മനുഷ്യനുണ്ടാവില്ല. അവസാനം ജയിക്കാനൊരു 50 റൺസ് മതിയായിരിക്കും, പക്ഷേ ഇന്ത്യ അവസാനം 30 റൺസിന് ഓൾ ഔട്ട് ആകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അതുപോലെയാണിത്. നമുക്കൊരു കാര്യമുണ്ട്, ഒരു വിൻഡോ ആണ്, അതിനകത്ത് ഫോക്കസ് ആണെങ്കിൽ ആ കാര്യം ചെയ്ത് തീരുന്നത് വരെയും നമ്മൾ ഫോക്കസ് ചെയ്യുക. അല്ലാണ്ട് ലാസ്റ്റ് 1 മിനിറ്റുണ്ട് 2 മിനിറ്റുണ്ട് എന്ന് കരുതി ഇതിന് കാര്യം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. ഇതാണ് പരീക്ഷിത് മഹാരാജാവിൻ്റെ കഥ നമുക്ക് തരുന്ന മോറൽ. എന്തായാലും മഹാഭാരതത്തിൻ്റെ ഈ കഥ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വൈറ്റ് ബോർഡ് സ്റ്റോറീസിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. ഇനിയും ഒരുപാട് കഥകൾ വരുന്ന ആഴ്ചകളിൽ വരും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും.